യൂറോപ്പിലെ വിദ്യാർത്ഥികളുടെ കുടിയേറ്റത്തിന്റെ കയറ്റിറക്കങ്ങൾ അറിയാവുന്ന ഒരാളുണ്ട് ഇന്ന് സൂപ്പർ 60-കൊപ്പം. UK-യിലെ റിക്രൂട്ട്മെന്റ് മേഖലയിൽ 25 വർഷമായി പ്രവർത്തിക്കുന്ന മലയാളി മാത്യു അലക്സാണ്ടർ. ലവ് ടു കെയർ ഗ്രൂപ്പ് ഡയറക്ടറാണ് മാത്യു അലക്സാണ്ടർ. നമസ്കാരം മാത്യു. നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ വിദ്യാർത്ഥികളുടെ ഒരു കുടിയേറ്റത്തെ കുറിച്ചാണ്. അപ്പോൾ ആദ്യം തന്നെ അറിയേണ്ടത് എന്താണ് ഈ വിദ്യാർത്ഥികളെ ഇത്രയധികം ആകർഷിക്കുന്നത് ഈ വിദേശ രാജ്യങ്ങളിൽ? അതൊന്ന് ആദ്യം കേൾക്കാം. തീർച്ചയായിട്ടും UK-യിലേക്ക്, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യുന്നതിന് കാരണം കേരളം പോലൊരു സംസ്ഥാനത്ത് ഇതിനുള്ള അവസരങ്ങളില്ല. പ്രത്യേകിച്ച് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ നല്ല ജീവിത നിലവാരമുണ്ട്, കൂടുതൽ ആളുകൾക്ക് സെറ്റിൽ ആകാൻ സാധിക്കുന്നു. ഇനീഷ്യലുള്ള ആ സ്റ്റുഡൻറ് പീരീഡിലെ സ്ട്രഗിൾ കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള അവസരം ഉണ്ടാകുന്നതാണ് ഏറ്റവും കൂടുതൽ അവരെ അട്രാക്ട് ചെയ്യുന്നതിനുള്ള കാരണം. ഇപ്പോൾ ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം അവിടെ തന്നെ തൊഴിലവസരങ്ങൾ ഉണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. കാരണം ഈ ബിരുദാനന്തര ബിരുദമൊക്കെ പുറത്ത് പഠിച്ച കുട്ടികളെ തിരിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് ഇവിടെ തൊഴിൽ സാധ്യത ഉണ്ടാക്കി കൊടുക്കുക എന്നൊരു കാര്യത്തിലേക്ക് ശരിക്ക് കേരളം ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് ഈ തൊഴിൽ സാധ്യതയുടെ കാര്യത്തിൽ കേരളവും ഈ വിദേശ രാജ്യങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് ആക്ച്വലി വിദേശത്തേക്ക് ആളുകൾ വരുന്നത്, ഇവിടെ വന്ന് ഇവിടെ സെറ്റിൽ ആകാൻ ശ്രമിക്കുന്നത്. കേരളത്തിൽ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇവിടെ നിന്ന് പഠിച്ച, ഇപ്പം ഞാൻ ഇന്ന് തന്നെ നിയമസഭയിൽ സംസാരിച്ചു ഒന്ന് രണ്ട് വിഷയങ്ങൾ കേൾക്കുകയായിരുന്നു. ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ ഇവിടെ വന്ന് പഠിച്ച കാലഘട്ടത്തിൽ അവരെ പോലുള്ള ആളുകൾ പഠിച്ചതിന് ശേഷം തിരിച്ച് നമ്മുടെ നാട്ടിൽ അങ്ങനെ അവസരങ്ങൾ ഉണ്ടായെങ്കിൽ അവിടെ അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ നമ്മുടെ നാടിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിർഭാഗ്യവശാല് ഇങ്ങനെയുള്ള അവസരങ്ങളില്ല. മാറി മാറി വരുന്ന രാഷ്ട്രീയ കക്ഷികൾ ഇതിനെ ഒരു പൊളിറ്റിക്കൽ മാറ്ററായിട്ട് മാത്രം കാണുന്നതുകൊണ്ടാണ് നമ്മുടെ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ഇപ്പൊ വിദേശത്തിരിക്കുന്ന ഞങ്ങൾ ആഗ്രഹിച്ചാൽ പോലും സാധിക്കാൻ പറ്റാത്തതിന് കാരണം അവിടുത്തെ റെഡ് ടൈപ്പ് പോലുള്ള ഇഷ്യൂസ് ആണ്. പിന്നീട് വരുന്ന സ്റ്റുഡൻസ് വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, സ്റ്റുഡൻസിൽ നിന്ന് പഠിച്ചിട്ട് തിരിച്ചെത്തി കഴിഞ്ഞാൽ അവർക്ക് അതിന് തക്കതായ രീതിയിലുള്ളൊരു സ്പേസ് ഇല്ല. അതാണ് പ്രശ്നം. ഇപ്പൊ മാത്യു, ഈ കൂടുതൽ കുട്ടികളും പറഞ്ഞു കേട്ടിട്ടുള്ള, ഇപ്പം നേരത്തെ നമ്മൾ പ്രതികരണത്തിൽ തന്നെ കേൾക്കുകയായിരുന്നു, അവർക്ക് വിദേശത്ത് പഠിക്കുമ്പോൾ അവർക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാം, അവരുടെ ക്ലാസ്സിന്റെ ടൈമൊക്കെ അതിനനുസരിച്ച് അവർക്ക് അറേഞ്ച് ചെയ്യാം. പക്ഷേ കേരളത്തിലാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു പഠന രീതിയല്ല എന്ന് പറയുന്നുണ്ട്. മറ്റൊന്ന് ലൈഫ് സ്റ്റൈലാണ്. അതായത് കുറച്ചും കൂടി ഫ്ലെക്സിബിളായി സ്വാതന്ത്ര്യത്തോടെ ഈ വിദ്യാർത്ഥികൾക്കൊക്കെ ആഘോഷിക്കാൻ പറ്റുന്ന ഒരു ജീവിത രീതി അത് വിദേശത്തുണ്ടെന്ന് നമ്മൾ പറയുന്നതാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അതെങ്ങനെ ഈ ഒരു വ്യത്യാസത്തെ നമുക്ക് എങ്ങനെ പറയാൻ കഴിയും ഈ കേരളത്തിലുള്ള നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിനെ കുറിച്ച്? കേരളത്തിലെ ലൈഫ് സ്റ്റൈല് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണല്ലോ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ ഒന്ന് രണ്ട് സ്റ്റുഡൻസിന്റെ റെസ്പോൺസ് ഞാൻ കേട്ടപ്പോൾ ശ്രദ്ധിക്കുകയാണ്. അവർ പറഞ്ഞത് 100% ശരിയാണ്. ഇവിടത്തെ ലൈഫ് സ്റ്റൈൽ അവർക്ക് ഇഷ്ടമാണ്. തീർച്ചയായിട്ടും കൊച്ചിയൊക്കെ ആ ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോലും അതിലും വ്യത്യസ്തമായിട്ട് UK അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ വന്നു കഴിയുമ്പോൾ അവർക്ക് അവരുടേതായ ഫ്രീഡം ഉണ്ട്, പേരൻസിന്റെ കൺട്രോൾ ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ചെറിയ പ്രായത്തിൽ വരുന്നു, അവർക്ക് കുറച്ചുകൂടെ ജീവിതം ആസ്വദിക്കാം. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും സ്റ്റുഡൻസ് അതിനെ പ്രിഫർ ചെയ്യുന്നത്. ശരി, എന്തായാലും താങ്ക് യു മാത്യു അലക്സാണ്ടർ. ഈ വിഷയത്തിൽ പ്രസക്തമായൊരു വിഷയമായിരുന്നു, അതിൽ പ്രതികരിച്ചതിന് എന്തായാലും നന്ദി. ഈ വിഷയം ഇന്ന് സഭയിൽ തന്നെ അടിയന്തര പ്രമേയമായി ചർച്ചയ്ക്ക് വന്നില്ല. പക്ഷേ ഇത് അത്രത്തോളം പ്രസക്തമായതുകൊണ്ടാണ് നമ്മളിത് ചർച്ചയ്ക്കെടുക്കുന്നത്.